ഇതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ വർഗീയവാദി എന്ന് പറഞ്ഞത് യഥാർത്ഥ വർഗീയവാദി ആരാണ്? ഇവരൊക്കെ അല്ലേ വർഗീയവാദികൾ? പേര് കേട്ടാൽ തന്നെ എന്താണ്? അവരുടെ പാർട്ടിയുടെ പേര് കേട്ടാൽ തന്നെ ലീഗ് എന്നാണ്. അപ്പം തന്നെ വർഗീയവാദിയല്ലേ? നമുക്ക് അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഉടനെ കാന്തപുരം എൻ്റെ നേരെ കുന്തം കൊണ്ട് വന്നാൽ മതിയാ? അദ്ദേഹം മനസ്സിലാക്കേണ്ടത് മതപണ്ഡിതനല്ലേ, വിവരമുള്ളവനല്ലേ, വിവരമുള്ളവന് നാളെ ഭരിക്കുന്നവനല്ലേ? ഈ പാവപ്പെട്ട സമുദായത്തിൻ്റെ വേദനയും പ്രയാസവും പറയുമ്പോൾ സമുദായത്തിൻ്റെ ഉടനെ തന്നെ കോലം കത്തിക്കലാണ്. കോലം കത്തിക്കുന്ന കാര്യത്തിൽ സമുദായം, നമ്മുടെ സമുദായം വളരെ മിടുക്കം, അവരെക്കാൾ വളരെ മിടുക്കന്മാരാണ്. അതാണ് നമ്മൾ പറയുന്നത് ശരിയുണ്ടോ എന്ന് നോക്കണ്ടേ. വർഗീയത പരത്തുന്നതാണ്. ഇവിടെ കേസെടുത്ത് ഞാനാണ് അവിടെ വർഗീയത പരത്തുന്നത്. ഇവിടെയെല്ലാം ഈ വർഗീയ ചിന്ത ഉണ്ടാകാൻ കാരണം ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. ആ ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്ത് സാമൂഹ്യ നീതി എന്നുള്ളത് കൊടുക്കുവാൻ എല്ലാ പാർട്ടികളും മതസംഘടനകളും തയ്യാറായാൽ ഈ രാജ്യത്ത് സമത്വസുന്ദരമായി ജാതി വിദ്വേഷമില്ലാതാകും. ഇതങ്ങനെയല്ല. കിട്ടിയവൻ ഭരണത്തിരിക്കുമ്പോൾ സ്വന്തം സമുദായത്തിന് വേണ്ടി മുഴുവൻ വെട്ടിവാരിക്കൊണ്ടു പോകുമ്പോൾ എന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഈ അടിസ്ഥാന വർഗം, ഈ അധസ്ഥിത വർഗം ഉണർന്ന് ചിന്തിക്കേണ്ട കാലമായി. ഈഴവനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അവകാശം, വോട്ട് വിലയുള്ള ഒരു കാലമായി നാളെ മാറണം. അതിന് ഒന്നായാലേ നന്നാകും. ആ ഒന്നായതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനി മുസ്ലിമും ഇന്ന് ഈ രാജ്യത്തിൻ്റെ സ്വത്ത് അടുക്കലാണ്, വ്യവസായ അടുക്കലാണ്, പള്ളിക്കൂട അടുക്കലാണ്, ഇങ്ങനെ നോക്കിയ ഭരണം അടുക്കലാണ്. ഇവിടെ ന്യൂനപക്ഷമെന്ന് പറയും, അവിടെ എല്ലാ ഇടയിലായി. അത് ചില സത്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ കലർന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക. ശ്രീനാരായണ യൂണിവേഴ്സിറ്റി ഞാൻ പെട്ടെന്ന് നിർത്താം. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ്, നല്ല കാര്യം. പക്ഷെ അവിടെ കൊണ്ടുവച്ചതാരെയാണ്? ദുബായി കിടന്ന ഒരു മുസ്ലിമിനെ കൊണ്ടുവച്ചു. ആ മുസ്ലിമിന് വെച്ചിലുള്ള ഒരു വിഷമമില്ല. അയാൾക്ക് അങ്ങനെ വന്നത് എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. അഞ്ഞനത്തിന് നിറം അറിയാൻ പാടില്ല, മഞ്ഞളിന് അറിയാൻ പാടില്ല. ഗുരുദേവന്റെ പടം പോലും ജനിച്ചിട്ട് കാണാത്ത ഒരാളെ കൊണ്ടുവച്ച് ഒരു ലോകം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അവസാനം ഉണ്ടാക്കിയിട്ട് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഗുരുദേവന്റെ ഒരു ഫോട്ടോ പോലും വെച്ചില്ല.